ഹലോ, അതേപോലെ അതുപോലെ നൈനി ചേച്ചിയുടെ ചെരുപ്പൊക്കെ ഇട്ട് രാവിലെ തന്നെ ഇവിടെ നടപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മാമ്മ അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറിയപ്പോഴത്തേക്ക് ഒരു പപ്പയ്ക്ക് ഇരുന്ന് പഴുത്ത് കണ്ണ് കള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതങ്ങ് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നങ്ങ് കഴിച്ച് തീർക്കും രാത്രി ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിരുന്ന് അഴുകി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നിഹമ്മോടെ ഷെൽഫ് ഒതുക്കുക എന്നുള്ളതാണ്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. ഈ ഷെൽഫ് ഇങ്ങനെ ആവാനുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ദേ നിൽപ്പുണ്ട്. നിഹമ്മോൾ തന്നെയാണ്. ഞാൻ അടുക്കി വയ്ക്കും, അവൾ അതിനെ അലങ്കോലാക്കും. കാരണം ആളുടെ ഹൈറ്റിനുള്ള ഷെൽഫാണ് കേട്ടോ. ഇത് നൈനുവിൻ്റെ ഷെൽഫായിരുന്നു, 10 വർഷം പഴക്കമുണ്ട്. നൈനുവിൻ്റെ യൂസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നിഹമ്മോൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നു. നൈനുവിൻ്റെ ഷെൽഫ് നൈനു തന്നെ സ്വന്തമായിട്ട് എല്ലാം അടുക്കി പറക്കി വെച്ചോളും കേട്ടോ ഇപ്പം. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഇത് എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല, അടുക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്കിൻ കെയർ ആകാമെന്ന് കരുതി. കുറേ ദിവസമായി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും പപ്പയ്ക്ക് കട്ട് ചെയ്തല്ലേ എന്ന് കരുതി പപ്പ 2-3 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇപ്പോഴത്തെ ആവശ്യത്തേക്ക് ബൗളിൽ മാറ്റി കുറച്ച് ഹണിയും കൂടെ ആയിട്ട് എടുത്തു. ബാക്കി ഞാൻ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇടണമെന്ന് തോന്നുമ്പോൾ ഇടാമല്ലോ. അങ്ങനെ അതേ ഹണിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വാരി പൊത്തി മുഖത്ത് മെഴുക്കി അങ്ങ് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് നിഹമ്മോക്ക് ഉറങ്ങാനുള്ള സമയം. അപ്പോൾ ജ്യൂസൊക്കെ കൊടുത്ത് ഉറക്കാനുള്ള പരിപാടിയാണ്. അത് കഴിയുമ്പോൾ നൈനി ചേച്ചീനെ പോയി വിളിക്കണം. നൈനുവിനെ വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നൈനുവിന് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ നൈനുവിന് വേണ്ടിയിട്ട് ഈവനിങ് സ്നാക്കായിട്ട് ഞാനൊരു പാൻ കേക്ക് ഉണ്ടാക്കാനായിരുന്നു. ജാപ്പനീസ് ഫ്ലഫി പാൻ കേക്ക് കേട്ടോ. പേരല്ലേ ഉള്ളൂ ഇത്ര ഗുമ്മ്, ഉണ്ടാക്കാൻ ഇത്ര ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ 2 എഗ്ഗ് എടുത്തിട്ട് അതിൻ്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് എഗ്ഗ് യോക്കിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു. 1 ടീസ്പൂൺ വാനില എസൻസും 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. നന്നായിട്ട് പതഞ്ഞത് എനിക്കൊന്നൊരു സ്നോ വൈറ്റ് ആവുന്ന വരെ നന്നായിട്ട്, അതായത് ആ ബൗളിൽ നിന്ന് കമത്തി വെച്ച് കഴിഞ്ഞാൽ പോരാത്ത രീതിയിൽ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തു. ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഇട്ടു കേട്ടോ. 4 ഇട്ടില്ല, ഒരു 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അതേ മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കി, പാൻ ഒരുപാട് ചൂടാവാനും പാടില്ല. ജസ്റ്റ് ഞാനൊരു നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം അതിൽ വെച്ച് ഇതുപോലെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുത്ത് കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ എടുത്തു. എന്നിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ സ്പ്രിങ്കിൾ ചെയ്തു. അപ്പോൾ നൈനുവിന് ആദ്യം ഹണി വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഹണി ഒഴിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഈവനിങ് സ്നാക്ക് നൈനുവിനുള്ള. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയുള്ളൂ. ടാറ്റ, ബൈ, സീ യു.